എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് വീഡിയോ ഇടണമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ, പക്ഷെ അത് കാണാത്തവരൊക്കെ ഇടയ്ക്ക് ചോദിക്കും, വീഡിയോ ഉണ്ടായിട്ടാ അങ്ങനെ എനിക്ക് അയച്ചു വരുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. എന്താ നമ്മൾ എപ്പോഴോ തുടങ്ങിയ പണിയാണ്, നല്ലപോലെ തളർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിളച്ച് റെഡിയാക്കി ഇനിയിപ്പോൾ കാച്ചണം. അത് കാടത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഓയിൽ ഒന്ന് ചൂടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രഷ് കറ്റാർവാഴയുടെ ജെല്ലാണ്. കറ്റാർവാഴയുടെ ആ ഒരു ഇതും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കയുടെ ആ ഒരു ഇതും കണ്ടിട്ട് എൻ്റെ കയ്യിൻ്റെയൊക്കെ കളറൊക്കെ ഇങ്ങനെ ആയിട്ട് നമ്മളിതൊക്കെ ഒന്ന് അരച്ചെടുക്കണേ കേട്ടോ. ഇത് നമ്മൾ നേരത്തെ മുതലേ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കറ്റാർവാഴ ജെല്ലൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് പോയോ. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഓക്കേ. വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ നേരം കിട്ടുന്നില്ല എന്ന് ഒത്തിരി പേര് എന്നോട് പരാതി പറയാറുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇത് കറ്റാർവാഴയാണ്, നമ്മുടെ ഓയിൽ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കറ്റാർവാഴ. ഇതൊരു വീട്ടമ്മ, 4 മക്കളുള്ള ഒരു വീട്ടമ്മ, വീട്ടുജോലികളൊക്കെ തീർത്ത് 3ാം നിലയിൽ ടെറസിൻ്റെ മുകളിലായിട്ട് ഗ്രോ ബാഗുകളിൽ നല്ല രീതിക്ക് കറ്റാർവാഴ കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് കേട്ടോ. എല്ലാ വീട്ടുജോലികളും തീർത്ത് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ കുട്ടി ഈ ഒരു ജോലി ചെയ്യുന്നത്. നമ്മളൊക്കെ പല കാര്യങ്ങളും മാറ്റി വയ്ക്കുന്നത് ജോലി വീട്ടിലത്തെ തീരുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ്. നമുക്ക് വേണമെന്ന് തോന്നിയാൽ എന്തും നടത്തിയെടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെറിയൊരു വരുമാന മാർഗ്ഗമെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന 1 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ പോലും അതിന് വല്ലാത്തൊരു വാല്യൂ ആണ്. അതൊരിക്കലും നിങ്ങളുടെ കയ്യിൽ കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ കെമിക്കലൊന്നുമില്ലാതെ വീട്ടിലെ വളങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറ്റാർവാഴയാണ് നമ്മുടെ ഹെയർ ഓയിലിന് വേണ്ടിയിട്ടും നമ്മൾ കറ്റാർവാഴ ജെല്ല് സെയിൽ ചെയ്യുന്നുണ്ട്. ഹോം മെയ്ഡ് കറ്റാർവാഴ ജെല്ല് സെയിൽ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നല്ല ഒരു കെമിക്കലും ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള നല്ല കറ്റാർവാഴ, നാടൻ കറ്റാർവാഴയാണ് കേട്ടോ. ഈ കറ്റാർവാഴ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കറ്റാർവാഴയുടെ ഉള്ളിൽ നിന്ന് ഒരു പശ പോലുള്ള ഒരു ചുമന്ന കളർ ദ്രാവകം വരും. അത് നമുക്ക് ചൊറിച്ചിലും തലയോട്ടിയിൽ അത് പറ്റിയിട്ടുണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റി ക്ലിയർ ആക്കി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മാത്രം കറ്റാർവാഴ എടുക്കുക. പിന്നെ എപ്പോഴും പച്ചയ്ക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലും തലയിലേക്ക് കറ്റാർവാഴ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നാറില്ല. അപ്പോൾ ഇത് നമ്മുടെ കറ്റാർവാഴയിൽ അത്യാവശ്യം മണ്ണും സംഭവങ്ങളൊക്കെ ഉണ്ട്. മഴക്കാലം ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഇത്ര മണ്ണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഫ്രഷ് ആയിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉണക്കനെല്ലിക്ക വേണമെങ്കിൽ എനിക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച നെല്ലിക്കയാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിന് വേണ്ടി എടുക്കുന്നത്. എന്തും ഫ്രഷ് ആയാൽ നമുക്ക് ഗുണം കൂടുമെന്ന് പറയാറില്ലേ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതും നെല്ലിക്കയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കുന്നത്. ഈ നെല്ലിക്കയിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള അഴുക്കുണ്ട്. അതും നല്ലപോലെ ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ആ കറ്റാർ വാഴയുടെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നെല്ലിക്കയിൽ എത്രത്തോളം അഴുക്കുണ്ടെന്ന് നോക്കി. ഇത്രയും അഴുക്കാണ് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കുരു കളയുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോഴേക്കും നമ്മൾ കുഞ്ഞൊരലിട്ട് ഇടിച്ചിട്ട് കുരു കളയുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നെല്ലിക്ക ഇതുപോലെ കത്തി വെച്ചിട്ട് നെല്ലിക്കയിൽ കാണുന്ന ഭാഗങ്ങളിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുരു മാറ്റിയെടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. കുറച്ച് മെനക്കെട്ട പരിപാടിയൊക്കെ തന്നെയാണ്, എങ്കിൽ കൂടി കുറച്ച് എന്താ പറയുക ചതച്ച് ബുദ്ധിമുട്ടാണ്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ കൈയുടെയൊക്കെ ഒരു കോലം തന്നെ പോകും. ഇതിൻ്റെ കറ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് പിടിക്കും. ഒരുപാടുണ്ടല്ലോ, ഇത്രയും നമ്മൾ ക്ലിയർ ആക്കി വരുമ്പോഴേ
നല്ല രീതിക്ക് നമ്മുടെ കയ്യിൽ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഈ കറ്റാർ വാഴയുടെ 2 സൈഡിലുള്ള മുള്ള് കളഞ്ഞിട്ട് നമ്മൾ നല്ല പോലെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഇതിൻ്റെ പൾപ്പ് എടുക്കാൻ പറ്റും. വലിയ പീസാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പേരിലാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇതിങ്ങനെ കളഞ്ഞ് നമ്മൾ ചെറുതാക്കിയിട്ട് എടുക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇതിൻ്റെ ഫലം നല്ല രീതിയിൽ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കറ്റാർ വാഴയും നെല്ലിക്കയും പോലെ തന്നെ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള കറിവേപ്പിലയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. തലമുടിയുടെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ഒരു കറിവേപ്പില. താരൻ മാറാനും മുടി തഴച്ച് വളരാനും നല്ല കറുപ്പ് കളർ തരാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ കറിവേപ്പില കേട്ടോ. അപ്പോൾ കെമിക്കലൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ വീടുകളിൽ നിന്നാണ് കറിവേപ്പിലയും വാങ്ങിക്കുന്നത്. ഇനി ഇതിനകത്ത് പുഴുക്കുത്തോ പുഴുവോ ചെളിയോ മണ്ണോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇത് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി ഓരോ സാധനങ്ങളും നമ്മൾ അടുപ്പിച്ച് വെക്കും. ഇതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചതും മുലിച്ച് വെച്ചതും കഴുകി വെച്ചതും ഒക്കെ അരച്ചെടുക്കുന്ന സംഭവത്തിലേക്ക്. പിന്നെ കുറേ സംഭവങ്ങൾ നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട്, അതുമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കും. അതിന് ശേഷം അരക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തീ കത്തിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെക്കും. ചെറിയൊരു ചൂട് കയറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് അരച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടപ്പ് കത്തിച്ചിട്ട് നമ്മൾ ഉരുളി കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ വെയിറ്റുള്ള വലിയ ഉരുളി തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതാകുമ്പോഴേക്കും എനിക്ക് കൈ വീശി ഇളക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ താഴത്തെ അടുപ്പ് വെച്ചേക്കുന്നതുകൊണ്ട് ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അരക്കുന്ന സംഭവങ്ങളിലേക്ക് പോവുകയാണ്. ഇതിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല. വെള്ളം ഒട്ടും ചേർക്കാണ്ട് തന്നെയാണ് നമ്മളിത് അരച്ചെടുത്താലേ നമുക്കിത് പെട്ടെന്ന് കാച്ചിയെടുക്കുക. ഇത് തന്നെ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഇതിൽ വെള്ളം മൊത്തം വറ്റി വെള്ളമൊക്കെ പോയിട്ട് സംഭവം നല്ല മൂത്ത് മൊരിഞ്ഞ് വരണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ നമുക്ക് പെട്ടെന്ന് കാറ് ചീത്തായി പോകും. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ എടുത്തിട്ട് വേണം നമ്മളിത് കാച്ചിയെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാണ്ട് ഇതൊക്കെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം നമ്മുടെ കറ്റാർവാഴ ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കും. അപ്പോൾ കറ്റാർവാഴയുടെ ആ ജെല്ലിൻ്റെ നീര് കൊണ്ട് തന്നെ നമുക്കിത് മൊത്തം അരച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നെല്ലിക്കയൊന്നും ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെയാണ് ഞാൻ അരച്ചെടുക്കാറുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഓരോ ഓയിൽ ബോട്ടുകളും എത്തുന്നത്. അത് എത്തുന്ന സമയത്ത് അത്രമേൽ ആഗ്രഹമുണ്ട് നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് ഒരുപാട് ഗുണമുള്ള ഒരു സംഭവമായിരിക്കണം. നിങ്ങൾ എനിക്ക് തരുന്ന പൈസയ്ക്ക് അത്രത്തോളം വാല്യൂ ഉണ്ടാവണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വളരെ കുറഞ്ഞ കാര്യങ്ങൾ പോലും എടുത്ത് കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഒന്ന് ഓർമ്മയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഹെയറിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു ഓയിൽ. താരൻ, ചൊറിച്ചിൽ, മുടി കൊഴിച്ചിൽ, മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറി മുടി നല്ല സിൽക്കി ആയിട്ട് നല്ല പനങ്കൂല പോലെ വളരാനായിട്ട് സഹായിക്കുന്ന ഓയിലാണ്. ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂ തരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം കൊണ്ട് മാത്രമാണ്. ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുപോലൊരു വർക്ക് ചെയ്ത് അതിനൊരു വീഡിയോ ചെയ്ത് അത് വിജയിക്കുക അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറ്റിയാൽ തന്നെ ആൾക്കാരത് എടുത്ത് പറയും. അപ്പോൾ നമ്മുടെ ആ ഒരു എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ നമ്മളിതിനകത്തേക്ക് കറ്റാർവാഴയുടെ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് നല്ല രീതിക്ക് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുകയുള്ളൂ. കറ്റാർവാഴ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയുണ്ട്. ഇതിലൊക്കെ നല്ല അത്യാവശ്യം നീരുള്ള സംഭവങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ വെള്ളം വലിഞ്ഞതൊന്ന് മൂത്ത് കിട്ടാനായിട്ട് സമയം എടുക്കുന്നത്. പിന്നെ നമ്മൾ കറിവേപ്പില അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമരുന്നുകളൊക്കെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, തുളസി അതുപോലുള്ള കുറച്ച് പച്ചമരുന്നുകളൊക്കെ നമ്മൾ വേറെ അരച്ച് വെച്ചിട്ടുണ്ട്. അതുമൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഇളക്കി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി മാറി വരുന്ന സമയത്ത് മാത്രമേ ഇതിനകത്തേക്ക് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാറുള്ളൂ. ഈ പച്ചപ്പിൽ തന്നെ നമ്മളത് ചേർത്ത് കൊടുക്കണില്ല. കാരണം അതൊന്നാമത് ഉണങ്ങിയിട്ടുള്ള സംഭവമാണ്, പൊടിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കും. പൊടിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം.
മിക്സിങ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അടിയിലേക്ക് ഇതിങ്ങനെ താഴത്തേക്ക് പോയി ഇങ്ങനെ കിടക്കണ കൊണ്ട് തന്നെ എപ്പോഴും നമ്മളിങ്ങനെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും ഒരുപാട് നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മുടെ എണ്ണ കാച്ചൽ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കത് എവിടത്തോളം ആയി എന്ന് കാണിച്ചു തരാമേ. ഈ പരുവത്തിൽ ആയിട്ടേ ഉള്ളൂ. ഇടക്കിടക്ക് പോയിട്ട് ഞാൻ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഞെരിച്ച് നോക്കും ഇത് മുരിഞ്ഞിട്ടുണ്ടാകും. അപ്പോഴും നല്ല ചപ്പിയ പോലെ ഒരു എന്താ പറയുക, ഒരു ചതഞ്ഞ പോലെ ഇരിക്കുന്ന ഒരു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് റെഡി ആയിട്ടില്ലായിരുന്നു. വീണ്ടും ഇട്ട് ഏകദേശം ഒരു 12 മണി വരെയൊക്കെ വിശപ്പൊക്കെ സഹിച്ച് ഞാൻ നിന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അടുക്കളയൊക്കെ ഒന്ന് റെഡിയാക്കി എന്നിട്ടും നമ്മുടെ പരിപാടി കഴിയാണ്ടായപ്പോഴേക്കും ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആദ്യം വെച്ച സിലിണ്ടർ തീർന്നു പോയി. അപ്പോൾ പിന്നെ അത് മാറ്റാൻ വേണ്ടി ഇക്കാരെ വിളിച്ചു. ആക്ച്വലി ഏകദേശം മൂത്ത് വരാറായിട്ടുണ്ട്. പക്ഷെ സമയം ഇപ്പോൾ ഒരുപാട് ലേറ്റായി. ഞാൻ എന്തായാലും വീഡിയോ എടുക്കൽ നിർത്താൻ പോകുന്നില്ല കേട്ടോ. അതിനുശേഷം വീഡിയോ എടുക്കാം. ഇനിയിപ്പോൾ നിർത്താൻ പോകുന്നത് ഇനിയിപ്പോൾ ഇത് ഏതായാലും ഒരു 1 മണിക്കൂർ എടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ആയാലേ ഇത് പൊരിഞ്ഞ് വരുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ ലാസ്റ്റ് ഒരു പൗഡർ കൂടി ചേർക്കുന്നത്. ആ ഒരു പൗഡറാണ് ഇതിന് കളർ മാറ്റം വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഫ്രഷ് ആവണം. പിന്നെ അതുകൂടാണ്ട് ചൂടടിച്ച് കഴിയുമ്പോഴേക്കും മുഖമൊക്കെ നല്ലൊരു കരിവായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കിടക്കണതിന് മുമ്പായിട്ട് ആരിസിൻ്റെ തന്നെ ഫേസ് പാക്ക് ഇടാൻ പോകുന്നു. കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് കിടക്കാതെ നോക്കിയാണ്. നല്ലൊരു ടയർഡായിട്ടുണ്ട്, ശരിക്കും വീർത്തിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇവിടെ വെച്ച് നിർത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചിൽ ഏകദേശം കഴിയാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പാക്കിങ് സംഭവങ്ങളൊക്കെ ആയിട്ട് കാച്ചി കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. അടുത്ത വീഡിയോ ഇട്ടുതരുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം മൈസൺ. പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഓയിൽ വേണ്ട ആൾക്കാർ വേഗം ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടോളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് പാക്ക് വേണ്ട ആൾക്കാരൊക്കെ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. 3 പേര് ഉപയോഗിച്ചിട്ട് നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. റിവ്യൂയുടെ വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് ഓരോരുത്തരുടെ റിവ്യൂ കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം